എല്ലാവർക്കും നമസ്കാരം. ഇസ്ലാമും പരിണാമവും ഇത് രണ്ടും ഒരുമിച്ച് പോകുമോ? പലപ്പോഴും വലിയ ചർച്ചകൾക്കും ചിലപ്പോഴൊക്കെ തെറ്റിദ്ധാരണകൾക്കും വഴിവെക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഈ വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ ശരിക്കും എന്താണ് പരിണാമത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ഇതിന് ലളിതമായൊരു മറുപടി പറയാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കാം. ഒരൊറ്റ വാക്കിലുള്ള ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സത്യം പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് ഈ വിഷയത്തിൽ ഒരൊറ്റ അഭിപ്രായമേ ഇല്ല. ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ വരുന്നത് ഒരു ജ്ഞാനപരമായ വടംവലിയിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സൈഡിൽ ശാസ്ത്രം, മറു സൈഡിൽ മതഗ്രന്ഥങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും, കൂടെ നമ്മുടെയൊക്കെ ആഴത്തിലുള്ള വിശ്വാസങ്ങളും. ഇവയെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഓരോരുത്തരുടെയും നിലപാട്. ഈ ചർച്ചയെ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ ആകെ കുഴപ്പിക്കുന്ന ചില പ്രധാന തടസ്സങ്ങളുണ്ട്. അവ എന്താണെന്നറിയണം. അപ്പോൾ ആ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ തടസ്സം ഇത് കുറച്ച് രസകരമാണ്. പുറത്തുനിന്ന് കടമെടുത്ത അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യപ്പെട്ട വാദങ്ങൾ. ഇതാണ് ഇസ്ലാമിക ലോകത്ത് ഈ ചർച്ചയെ പലപ്പോഴും വഴിതെറ്റിക്കുന്ന ഒരു പ്രധാന ഘടകം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മൾ മുസ്ലിം ലോകത്ത് കേൾക്കുന്ന പല പരിണാമ വിരുദ്ധവാദങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക പാരമ്പര്യത്തിൽ നിന്ന് വന്നതേ അല്ല. പിന്നെയോ അമേരിക്കയിലെ ക്രിസ്ത്യൻ മൗലികവാദ ഗ്രൂപ്പുകളിൽ നിന്ന് അതേപടി കോപ്പിയടിച്ചതാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഹാരുൺ യഹ്യ എന്ന പേരിൽ എഴുതുന്ന അദ്നാൻ ഒക്താർ. ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഈ വിഷയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ ഉദ്ധരണി നോക്കൂ. ജലാലിൽ നിരീക്ഷിക്കുന്നതുപോലെ ഈ വാദങ്ങളെല്ലാം അമേരിക്കൻ ക്രിയേഷനിസ്റ്റ് സംഘടനകളിൽ നിന്ന് കടം കൊണ്ടതാണ്. അതിന്റെ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രീയമായി ഒരു അടിസ്ഥാനവുമില്ലാത്ത പല കാര്യങ്ങളും ഇസ്ലാമിന്റെ നിലപാടായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ കടമെടുത്ത ചില ഹിറ്റുവാദങ്ങളാണിതൊക്കെ. 1. ഫോസിലുകളിലൊന്നും ജീവികളുടെ ഇടയിലുള്ള കണ്ണികളില്ലാന്ന്. 2. എല്ലാ മ്യൂട്ടേഷനുകളും, അതായത് ജനിതക മാറ്റങ്ങളും ജീവികൾക്ക് ദോഷം ചെയ്യുമെന്ന്. പിന്നെ പരിണാമം തെർമോഡൈനാമിക്സിന്റെ 2ാം നിയമത്തിന് എതിരാണെന്നുള്ള സ്ഥിരം വാദം. സത്യം പറഞ്ഞാൽ ശാസ്ത്രലോകം ഇതൊക്കെ പണ്ടേ തള്ളിക്കളഞ്ഞതാണ്. ശരി, അത് ഒന്നാമത്തെ തടസ്സം. ഇനി നമുക്ക് രണ്ടാമത്തെ വെല്ലുവിളിയിലേക്ക് പോകാം. ഇത് പുറത്തുനിന്ന് വന്നതല്ല, മറിച്ച് ഇസ്ലാമിക ചിന്തയുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒന്നാണ്: അക്ഷരാർത്ഥത്തിലുള്ള വായന. എന്താണ് ഈ അക്ഷരാർത്ഥ വായന? സിമ്പിളായി പറഞ്ഞാൽ, മതഗ്രന്ഥം വായിക്കുമ്പോൾ അതിലെ വാക്കുകൾക്ക് എന്തർത്ഥമാണോ നേരെ കാണുന്നത് അത് മാത്രം എടുക്കുക. അതിനപ്പുറം ഒരു അലങ്കാര പ്രയോഗമോ ഒരു ശാസ്ത്രീയമായ വിശദീകരണമോ ഒന്നും ചിന്തിക്കാതിരിക്കുക. ആസിസ് എടുക്കുന്നൊരു രീതിയാണിത്. ഈ രീതി എങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കാണിക്കാൻ ഒരു അടിപൊളി ഉദാഹരണമുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഇത് നോക്കൂ. മുസ്ലിം ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗമാണിത്. പ്രവാചകൻ പറയുകയാണ്, ആദമും മോശയും തമ്മിൽ തർക്കിച്ചു. ഇവിടെയാണ് പ്രശ്നം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസത്തിലല്ലേ ഈ രണ്ടുപേരും ജീവിച്ചത്? പിന്നെ എങ്ങനെ അവർ തമ്മിൽ നേരിട്ട് സംസാരിക്കും, തർക്കിക്കും? ഇതിനെ അക്ഷരാർത്ഥത്തിൽ മാത്രമെടുത്താൽ ഉത്തരം കിട്ടുമോ? ഇല്ല. അതാണ് ഈ രീതിയുടെ ഒരു പ്രധാന വെല്ലുവിളി. ഓക്കെ, അപ്പോൾ ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതിനിടയിൽ നിന്ന് എങ്ങനെ ഒരു വ്യക്തതയിലേക്ക് വരാൻ പറ്റും? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഈ വിശകലനത്തിൽ നിന്ന് നമ്മൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. 1. ഈ പരിണാമ വിരുദ്ധവാദങ്ങളിൽ പലതും പുറത്തുനിന്ന് കടമെടുത്തതാണെന്ന് തിരിച്ചറിയുക. 2. മതഗ്രന്ഥങ്ങളെ അക്ഷരാർത്ഥത്തിൽ മാത്രം വായിക്കുന്നത് എങ്ങനെ ഒരു തടസ്സമാകുന്നുവെന്നും മനസ്സിലാക്കുക. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: ഇസ്ലാമും പരിണാമവും തമ്മിൽ ചേരുമോ ഇല്ലയോ എന്നതിന് ഒരൊറ്റ ഉത്തരം കണ്ടെത്തുന്നതിനേക്കാൾ പ്രധാനം ഈ ചർച്ച എന്തുകൊണ്ടാണ് ഇത്രയധികം കുഴഞ്ഞുമറിഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നതാണ്. ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അവിടെ നിന്നാണ് അർത്ഥവത്തായ സംഭാഷണങ്ങൾ തുടങ്ങുന്നത്. പോകുന്നതിനു മുമ്പ് ഒരു ചോദ്യം കൂടി. ഇതുപോലെ കടമെടുത്ത വാദങ്ങളും വാക്കുകളെ അതേപടി വിശ്വസിക്കുന്ന രീതിയും ഇന്നത്തെ വേറെ ഏതൊക്കെ പ്രധാനപ്പെട്ട ചർച്ചകളെയാണ് വഴിതെറ്റിക്കുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. അതിൻ്റെ ഉത്തരം ഒരുപക്ഷെ നമ്മളെ പലയിടത്തും കൊണ്ടെത്തിച്ചേക്കാം.